ഡോക്ടർ സോണിയ തിലകൻ ഇവിടെ ഒരു കാവിദ്യുതി പോലെ തങ്ങളുടെ പിതാവിനെ അടിച്ചൊതുക്കി ഇല്ലാതാക്കിയവരെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും റീസർവേസ് ചെയ്തു വരുന്ന ഒരു കാലമാണ്. താങ്കൾ തന്നെ താങ്കൾക്കുണ്ടായ വ്യക്തിപരമായ അനുഭവം തുറന്നു പറഞ്ഞ സമയമാണ്. മാത്രമല്ല ഉഷ ഇന്ന് പറയുന്നു, ഇന്നലെ ജൂനിയർ ആർട്ടിസ്റ്റ് അവർക്ക് നേരിടുന്ന കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ച പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി ധൈര്യമായി, അത് പരാതിയിലേക്ക് പോകുമോ എന്നത് രണ്ടാമത്തെ കാര്യം, പക്ഷെ കുറച്ചുകൂടി ധൈര്യമായി ആ മേഖലയിൽ നടക്കുന്ന കാര്യങ്ങൾ തുറന്നു പറയാനുള്ള സന്നദ്ധത ആ അർത്ഥത്തിൽ ഈ റിപ്പോർട്ട് എന്തുകൊണ്ടും നല്ലതല്ലേ ഡോക്ടർ സോണിയ? തീർച്ചയായിട്ടും ഞാൻ എനിക്കുണ്ടായ ഒരു അപ്രോച്ച് ഞാൻ തുറന്നു പറയാനുള്ള കാരണം തന്നെ അതാണ്. കാരണം എനിക്ക് സിനിമയുടെ പുറത്തു നിന്ന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അതിനകത്തുള്ള വ്യക്തികൾക്ക് എത്രത്തോളം അവർ സഫർ ചെയ്തിട്ടുണ്ടാകും. അതേപോലെ ഞാൻ വന്നത് തുറന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ എല്ലാ ഒരു സ്ത്രീകളെയും പ്രതിനിധീകരിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നാൽ തുറന്നു പറയാനുള്ള ഒരു ആർജവം കൊടുക്കാൻ തന്നെയാണ് ഞാനത് ഈ അവസരത്തിൽ പറഞ്ഞത്. എനിക്ക് ആ ഒരു പ്രത്യേക വ്യക്തിഹത്യ നടത്താനല്ല എൻ്റെ ഉദ്ദേശം. ഈ ഒരു അവസരം, അതായത് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ടാണെങ്കിൽ പോലും ഒരു സ്ത്രീ ഒരു മൊഴി, തനിക്ക് എതിരെ ഒരു ഒഫൻസ് നടന്നു എന്നൊരു മൊഴി നൽകിയാൽ അതിനെതിരെ കേസ് എടുക്കാനുള്ളൊരു നിയമമാണ് നമുക്കുള്ളത്. അത് 2013 നിർഭയ കേസ് വന്ന ശേഷം ഒരുപാട് ക്ലോസുകൾ സുപ്രീം കോടതി അതിൽ ആഡ് ചെയ്യുന്നു. അതിൽ ഒരെണ്ണം, ഒരു സ്ത്രീയെ കുറച്ചു നേരം കൂടുതൽ സ്റ്റെയർ ചെയ്താൽ പോലും അതിനെതിരെ കേസെടുക്കാം എന്ന ഇരിക്കെ ഇത്രയും വലിയ ഓഫൻസ് നടന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് അന്വേഷണം നടത്തേണ്ടത് തീർച്ചയായിട്ടും ഒരു അത്യാവശ്യ ഘടകമായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വാർത്തകളൊക്കെ കണ്ട് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ റിപ്പോർട്ടിൻ്റെ മുകളിൽ ഒരു പുകമറ വന്ന് മൂടിയതുപോലെയായിരുന്നു. നീതിയുടെ സൂര്യനെ കാർമേഘം വന്ന് മൂടിയ ഒരു ഫീലായിരുന്നു. ഇന്ന് രാവിലെയൊക്കെ അതായിരുന്നു. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ഹൈക്കോടതി ആ പൊതു താല്പര്യ ഹർജി ഫയലിൽ സ്വീകരിച്ചത് തന്നെ ഇതിൽ വലിയ കുറ്റകൃത്യങ്ങൾ, ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പം ഇനി എന്താണ് അന്വേഷണം നടത്താൻ ഒരു താമസം, ഒരു ചർച്ച, അതിൻ്റെയൊക്കെ ആവശ്യം ശരിക്കും പറഞ്ഞാൽ അത് എന്താ പറയാ, എനിക്ക് എന്ന് പറഞ്ഞാൽ ഇത് പരാതി ഇല്ലെങ്കിലും കേസെടുക്കാം. പറയൂ സോണിയ. അതെ, ശ്രീ സജി നന്ദിയാട്ട് ഈ ചർച്ചയിൽ പറഞ്ഞു, 24 ചാനൽ ഒരു 4 ദിവസം മുമ്പ് തന്നെ സ്ട്രോള് വിടുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വാചകങ്ങളെന്ന്. അത് 4 ദിവസം മുമ്പല്ല, 10-15 വർഷം മുമ്പ് തിലകൻ പറഞ്ഞ കാര്യങ്ങളാണ് അതൊക്കെ. അതിൻ്റെ വീഡിയോസും അവൈലബിൾ ആണ്. എൻ്റെ കയ്യിൽ ഒരു ഫെഫ്ക പുറത്താക്കാൻ എഴുതി വച്ചിരിക്കുന്ന ലെറ്ററും ഉണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് തിലകൻ ഈ സംഘടന മാഫിയയാണ് എന്ന വാചകം പറഞ്ഞതിനാണ്, ഇത് അങ്ങനെ അപമാനിച്ചതിനാണ് പുറത്താക്കിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം മാഫിയയാണെന്നുള്ള വാക്ക് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? അതിനെക്കുറിച്ച് പറയാൻ എവിടെ ഫെഫ്ക, എവിടെ അമ്മ, എവിടെ? ഈ ഭയങ്കര മൗനമാണല്ലോ. ഈ മൗനം സത്യം പറഞ്ഞാൽ എന്നെ എന്താ പറയുക, ഭയങ്കര ഭീകരമാണ് ആ മൗനം. ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇതിന് മറുപടി പറയാൻ പ്രതിബദ്ധതയുള്ളവരെവിടെ ഒളിച്ചിരിക്കുകയാണോ? അപ്പം ഞാൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കോട്ട് ചെയ്യുവാണ്, മടിയിൽ കനമുള്ളവനെ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ എന്ന്. അപ്പം മടിയിൽ കനമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഈ മൗനം. അതിന് ഇവരെ ട്രെയിൻ ചെയ്തതാണ് എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞ അങ്ങനെ ട്രെയിൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ടുള്ള മൊഴിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു സ്ത്രീ ഒരു ഒഫൻസ് തനിക്കെതിരെ നടന്നു എന്ന് മൊഴി പറയുന്നിടത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കണം എന്നാണ് നമ്മുടെ വെറുതെ വായിത്തൊന്നും പറയുന്നതല്ലേ. എന്ത് ട്രെയിൻ ഞാൻ എത്താം.